എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഇതെൻ്റെ ചർച്ചിൽ തന്നെയുള്ള പീറ്റച്ചായൻ്റെ വീടാണ്. ഇതൊരു വനത്തോട് ചേർന്നൊരു ഭാഗത്താണ് ഈ വീട് നിൽക്കുന്നത്. പീറ്റച്ചായന് ദേശ സഹോദരിക്കും ആകെയുള്ളത് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. നോട്ടീസ് ഒട്ടിച്ചിരിക്കുകയാണ്. ഏത് സമയം ഇത് വന്ന് വീട് അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മരം വീണു. ഞാൻ അപ്പുറത്തെ എനിക്ക് തൊട്ടപ്പുറത്തൊരു വീടുണ്ട് ഞങ്ങളുടെ സഭയിലെ. അതെങ്ങനെ അവിടെ ഞാനിങ്ങനെ പ്രാർത്ഥനയെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ മരം ഒടിഞ്ഞ് വീണത്. ഇവിടുത്തെ ഷീറ്റ് പൊട്ടി. ഇപ്പോൾ ഇതിനകത്ത് മൊത്തം വെള്ളം ഇതിനകത്താണ്. ഇപ്പോൾ തൽക്കാലം ടാർപ്പ് ഇട്ടിരിക്കുകയാണ്. വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് ഈ കുടുംബം പോകുന്നത്. എൻ്റെ സഭയിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബമാണ് ഈ കുടുംബം. ഒരു വളരെ പ്രയാസത്തോടു കൂടിയാണ് പോകുന്നത്. ഏതു സമയവും ഈ വീട് മുദ്രവെച്ച് പോകുന്ന ഒരു സാഹചര്യത്തിൽ, പൂട്ടി മുദ്രവെച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് ഈ പ്രിയമുള്ള പീറ്റച്ചായൻ്റെയും ഡേശ സൗകര്യയുടെയും വാക്കുകളൊന്ന് കേൾക്കണമേ. ഇതേത് പഞ്ചായത്താ? പഞ്ചായത്ത്. എത്രാമത്തെ വാർഡാ? 5-ാം വാർഡ്. എന്താ വീട്ടുപേരെന്താ നമ്മുടെ വീടിന്? പുളിക്കക്കുന്നേൽ. ഓക്കെ. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ലോൺ എടുത്തത്. ആദ്യമൊക്കെ ഞാൻ ലോൺ മുടങ്ങാതെ അടച്ചു. മോൾക്ക് എത്രാമത്തെ വയസ്സിലായിരുന്നു വിവാഹം ഉണ്ടായിരുന്നേ? മോൾക്ക് 32-ാമത്തെ വയസ്സിൽ. അപ്പോൾ അവളെ വിവാഹം കഴിക്കാത്തതിന് വളരെയധികം വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വിവാഹത്തിന് അടിക്കാൻ നിർത്തി നിവൃത്തിയില്ലാണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ലോൺ എടുക്കേണ്ടി വന്നു. ആ ലോണ് ആ കുഞ്ഞിനെ കല്യാണം കഴിച്ചു വിടണമല്ലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടി ലോൺ എടുത്ത് ഞാൻ കൃത്യമായിട്ടൊക്കെ ലോൺ എടുത്ത് അടച്ചുകൊണ്ടിരുന്നതാണ്. ഞാനൊരു ചെറിയൊരു പണിക്ക് കൊണ്ട് അതിൽ നിന്ന് ലോൺ അടച്ചുകൊണ്ടിരുന്നു. അത് വിവാഹത്തിന് മുമ്പായിട്ട് അച്ഛന് ഒരു പനി വന്നിട്ട് എന്ത് ചെയ്ത പനി മാറില്ലായിരുന്നു. മൂവാറ്റുപുഴ ഗവൺമെൻറ് ആശുപത്രി കിടന്ന് 22 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസമാണ് പനി എന്താണെന്ന് കണ്ടുവച്ചത്. കരളിന് പഴുപ്പാണ്, എത്രയും പെട്ടെന്ന് കോട്ടയത്ത് എത്തിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ കോട്ടയത്ത് കിടന്ന് 22 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കരളിൻ്റെ പഴുപ്പ് വലിച്ചെടുത്തത്. ആ വലിച്ചെടുത്തതിന് ശേഷം ഇപ്പോഴും തുടർച്ചയായി പനിയാണ്. ഒരു പണിക്കും പോകാൻ കഴിയില്ല, ഒരു പണിയില്ലാത്തൊരവസ്ഥ. അതിനുശേഷമാണ് വിവാഹം കഴിഞ്ഞു. അതിന് ശേഷം എനിക്ക് ഒരു നിവൃത്തിയില്ലാതിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിൻ്റെ ഒരു വിഷമം ഉണ്ടായത്. നേരം വെളുത്തപ്പോൾ എൻ്റെ കണ്ണിന് എല്ലാം നോക്കുമ്പോൾ അന്തരീക്ഷം എല്ലാം രണ്ടായി കാണുന്ന ഒരവസ്ഥ. എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ലോൺ അടയ്ക്കില്ല എങ്ങനെയാണെന്നറിയില്ല. ഞാൻ വിഷമിച്ച് ഭയപ്പെട്ടുപോയി. അതിനുശേഷം ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. ഗവൺമെൻറ് ആശുപത്രിയോട് കണ്ണിൻ്റെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഈ കണ്ണിന് ഇത് കുറഞ്ഞില്ലെങ്കിൽ 2 ദിവസത്തേക്ക് തുള്ളി മരുന്ന് തന്നു. കുറഞ്ഞില്ലെങ്കിൽ ഇവിടെ വേറെ ന്യൂറോനെ പോയി കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ന്യൂറോനെ പോയി കോലഞ്ചേരി പോയി കണ്ടു. കുറഞ്ഞില്ലായിരുന്നു. 2 ദിവസം തുള്ളി മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ല. കോലഞ്ചേരി പോയി കാണിച്ചു. ആദ്യം CT സ്കാൻ ചെയ്തു. അവർക്ക് മനസ്സിലായില്ല. അതിനുശേഷം MRI സ്കാൻ ചെയ്തു. അതിനുശേഷം വിശദീകരിച്ച് വീണ്ടും എനിക്ക് കണ്ണിന് കാഴ്ച ശരിക്കും വന്നില്ല. പിന്നെ എനിക്ക് MRI സ്കാൻ ഒന്നുകൂടി ചെയ്തു. അതിനുശേഷമാണ് ഇതിൻ്റെ കവർമ്മയ്ക്ക് ഒരു നീർക്കെട്ട് എപ്പോഴും ഒരു പഴുപ്പ് പോലെ ഉണ്ടാകുന്നത്. അതിന് തുടർച്ചയായി മരുന്ന് കുറേ നാൾ കഴിച്ചു. എനിക്ക് അന്നേരം പണിയെടുക്കാൻ പോകാൻ പറ്റാതെ വന്നു. വീണ്ടും ഞാൻ ആ മരുന്ന് തന്നെ കഴിച്ചു. എൻ്റെ കണ്ണിന് ഇപ്പോഴും കംപ്ലൈൻ്റാണ്. അതിന് എൻ്റെ ഇയർ ബാലൻസിനും തകരാറും കേൾവിക്കുറവും വന്നു. എനിക്ക് ഒരു കുനിഞ്ഞൊരു പണിയെടുക്കാനോ മുകളിലേക്ക് നോക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വീണ്ടും വന്നു. അന്നേരം ലോണെല്ലാം കുടിശ്ശിയായി കിടന്നു. എനിക്ക് തുടർന്ന് അടയ്ക്കാനും വൃത്തിയില്ലാണ്ട് വന്നിട്ട് കുടിശ്ശിക വന്നത്. ഇപ്പോൾ ജപ്തിക്ക് വന്ന് നോട്ടീസ് അടിച്ചു. പല പ്രാവശ്യം ഓരോന്ന് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അടയ്ക്കാൻ വൃത്തിയില്ലാണ്ട് വന്നു. അതിനുശേഷമാണ് അത് നോട്ടീസ് വെച്ചിട്ട് പോയി. നോട്ടീസ് വെച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ലോൺ അടച്ചില്ലെങ്കിൽ വീട് അടച്ചു കൂട്ടും നിങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ സഹായിക്കണം. വീടിൻ്റെ മുകളിൽ കഴിഞ്ഞ ദിവസം മരം വീണായിരുന്നല്ലേ? മരം വീണു. ഇതിനിടയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ജപ്തിക്ക് വന്ന് നോട്ടീസ് വെച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസത്തെ വലിയൊരു കാറ്റിനും വന്ന് വലിയൊരു മരം വന്ന് മറിഞ്ഞ് 4 ഷീറ്റ് പൊട്ടി ഇവിടെ നനഞ്ഞിൽ കിടക്കാനും കഴിയാത്ത ഒരവസ്ഥയാണ്. ഇതാണ് ബാങ്കിൽ നിന്ന് വന്നതായിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത്. ഇതനുസരിച്ച് 3,18,694 രൂപ ബാങ്കിൽ അടയ്ക്കണം.
ബാങ്ക് ഇത് അടച്ചിരിക്കുന്ന നമുക്ക് അയച്ചിരിക്കുന്ന തീയതി 13/11/2025. അപ്പം അതിനുശേഷമുള്ള പലിശ ഉണ്ടാകും. ഇതെല്ലാം കൂടെ ചേർത്ത് എന്തായാലും ഒരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകും. 3.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ അടയ്ക്കണം. അപ്പം അങ്ങനെയാണ് സാഹചര്യമുള്ളത്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തെ നമുക്ക് ഏത് വിധത്തിലും സഹായിക്കണം. അവർക്ക് ആകെയുള്ള സ്ഥലമെന്ന് പറയുന്നത് ഇതാണ്. ആനശല്യമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ആന വരുന്നൊരു സ്ഥലമാണ്. വനത്തിൻ്റെ ഭാഗമാണ്. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ വീട് ഒരു വലിയ കാര്യം തന്നെയാണ്. മുള്ള വിഭാഗത്തോടടുത്ത് അവർ കുറച്ച് നാൾ വാടകയ്ക്ക് മാറേണ്ട സാഹചര്യങ്ങൾ വന്നു. കാരണം ഇവിടെ ഒരു വേണ്ടത്രതായ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വനത്തിൻ്റെ സൈഡായിരുന്നു. എങ്കിലും ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ ഒരു ആശ്രയം എന്ന് പറയുന്നത്, ഒരു സ്ഥലമെന്ന് പറയുന്നത്. മറ്റൊരു സ്ഥലവുമില്ല. ഏതെങ്കിലും നിലയിൽ ബാങ്ക് ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് സ്ഥലം കൊണ്ടുപോയാൽ ഇവർക്കൊന്ന് തലചായ്ക്കാൻ മറ്റൊരു സ്ഥലമില്ല. 2 പേര് രോഗികളാണ്. ആ പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. ഏത് ബാങ്കിലെ അക്കൗണ്ടുള്ള? SBI ബാങ്കിൽ. ബ്രാഞ്ച് ഏതാ? പൈങ്ങോട്ടൂർ. ഓക്കെ. പേരെങ്ങനെ കിടക്കുന്നതിനകത്ത്? DCP എന്നാണോ? അത് പീറ്റർ എന്നാണോ? ഇല്ല, പി എന്ന് കൊടുക്കണം. ഓക്കെ. പി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അത് എൻ്റെ ഫാദറിൻ്റെ പേരാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. അത് പേരെങ്ങനെ കിടക്കുന്നത്? ഫാദറിൻ്റെ പേരെങ്ങനെ? ഫാദറിൻ്റെ പേര് പത്രോസ്. പത്രോസ്. ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു കിടപ്പാടം ഇതാണ്, മറ്റൊന്നുമില്ല. അത് ഇതായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതുകൊണ്ട് ഈ പ്രിയമുള്ളവരുടെ അക്കൗണ്ട് നമ്പർ ചേർക്കുന്നുണ്ട്. ഈ അക്കൗണ്ടിലേക്ക് മാത്രം പൈസ അയയ്ക്കുക. വളരെ ഒരു പ്രയാസത്തിലൂടെയാണ് അവർ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഷീറ്റ് ഇവിടെ വേണമെങ്കിലും ഷീറ്റൊന്ന് മാറ്റിയിടാൻ, ആസ്പെറ്റാസ് ഒന്ന് മാറ്റിയിടാൻ പോലുള്ള സാമ്പത്തികം അവിടെ കയ്യിലില്ല. അതുകൊണ്ട് എന്തെങ്കിലും ദൈവം ഒരു വഴി തുറന്നാലാണത് മാറ്റാനായിട്ട് പറ്റുന്നത്. ആ സാഹചര്യത്തിലാണ് സ്ഥിതി എന്ന് പറയുന്നത്. ദയവായിട്ട് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തെ സഹായിക്കുകയും ഈ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ.